ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി കേക്ക് റെഡിയാക്കി എടുത്താലോ. നല്ല ടേസ്റ്റി ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പാനിഷ് ഡിലൈറ്റ് കേക്കാണ് നമ്മളിന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് 2-3 തവണ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കേക്കിലേക്ക് വേണ്ട വെറ്റ് ഇൻഗ്രീഡിയൻസ് കൂടി ഒന്ന് റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 4 മുട്ട എടുത്തിട്ട് അതിൻ്റെ വൈറ്റും യോക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് മുട്ടയുടെ വൈറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടവെള്ളം ഇവിടെ നന്നായിട്ടൊന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1 കപ്പ് പൊടിച്ചിട്ടുള്ള പഞ്ചസാര ഒരു 2-3 തവണയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മുട്ടവെള്ളം നല്ല സ്റ്റിഫ് മിക്സ് ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ മുട്ടവെള്ളം ഇവിടെ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള എഗ് യോക്കിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എഗ് യോക്ക് ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് എഗ് വൈറ്റ് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ എഗ് യോക്കും വൈറ്റും ഇവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലും കൂടി ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പ് ചൂടുള്ള പാലിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്തിട്ട് ആ ഒരു മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ലോ സ്പീഡിലൊന്ന് മിക്സ് ആകാൻ വേണ്ടി മാത്രം ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും ഒരു 2-3 തവണയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് കട്ടയൊന്നുമില്ലാതെ മിക്സ് ചെയ്ത് കേക്കിനുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ സ്പോഞ്ച് കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നിൽ കുറച്ച് ഓയിൽ ഒഴിച്ചൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. ബാറ്റർ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 2-3 തവണ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 180 ഡിഗ്രി സെൽഷ്യസിൽ ഓവൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം ഒരു 45 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. കേക്ക് തണുത്ത് വന്നതിന് ശേഷം നമുക്കിതൊരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് കേക്കിലേക്ക് വേണ്ട പ്രലൈൻ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര നന്നായിട്ടൊന്ന് കാരമലായിട്ട് വരണം.
പഞ്ചസാര ഇവിടെ കാരമലായി ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടുള്ള 1/4 കപ്പ് നട്ട്സ് കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പീനട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കാഷ്നട്ടോ ആൽമണ്ട്സോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഒരു പ്ലേറ്റിലേക്കോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലേക്കോ ഇത് പെട്ടെന്നൊന്ന് മാറ്റി കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ ലെയറിലൊക്കെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒരു സ്പെഷ്യൽ സിറപ്പ് കൂടി റെഡിയാക്കാം. അതിനായിട്ട് 1 കപ്പ് ചൂട് പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പാക്കറ്റ് ബൂസ്റ്റ് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് കേക്കിലേക്ക് വേണ്ട വിപ്പിംഗ് ക്രീമും കൂടി ഒന്ന് ബീറ്റ് ചെയ്ത് വയ്ക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. വിപ്പിംഗ് ക്രീമിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ക്രീം നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് ഈ ഒരു സ്റ്റേജ് ആയി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 2 പാക്കറ്റ് ബൂസ്റ്റ് ഫുള്ളായിട്ടും പൊട്ടിച്ചിട്ട് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കേക്കിലേക്ക് വേണ്ട വിപ്പിംഗ് ക്രീമും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. കേക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 10 ഇഞ്ചിൻ്റെ കേക്ക് ബോർഡാണ് എടുത്തിരിക്കുന്നത്. അതിന് മുകളിലേക്ക് നമുക്ക് കുറച്ച് ക്രീം ഒന്നാക്കി കൊടുക്കാം. അതിനുശേഷം ആദ്യത്തെ ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സ്പെഷ്യൽ സിറപ്പും കൂടി ഒഴിച്ചിട്ട് കേക്ക് ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. സിറപ്പൊക്കെ ഒഴിച്ച് വെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ ലെയറിൽ റെഡിയാക്കി വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീമും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീമും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള പ്രലൈൻ ഉണ്ടല്ലോ, അത് ക്രഷ് ചെയ്തത് ഓരോ ലെയറിന് മുകളിലായിട്ടും ഇട്ട് കൊടുക്കാം. പ്രലൈനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് ആദ്യം ചെയ്തതുപോലെ തന്നെ സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം വിപ്പിംഗ് ക്രീം ആക്കി കൊടുത്തിട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള പ്രലൈനും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ 2 ലെയറും വെച്ചു. മൂന്നാമത്തെ ലെയർ കമഴ്ത്തിയാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്. അതായത് കേക്കിൻ്റെ അടിഭാഗം മുകളിലായിട്ട്. ഇനി സിറപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കേക്ക് ക്രീം വെച്ചിട്ടും ഫുള്ളായിട്ടും കവർ ചെയ്തെടുക്കാം. കേക്ക് ഇവിടെ ക്രീം വെച്ച് ഫുള്ളായിട്ടും കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം സൈഡിലൊക്കെ സ്ക്രാപ്പർ വെച്ചിട്ടൊന്ന് വരച്ചുകൂടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ ഒരു സൈഡിലായിട്ട് ഇതുപോലെ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുക്കാം. ഞാനൊരു 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് ചൂടാക്കി ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് മെൽറ്റ് ചെയ്തതാണ്. പിന്നെ നല്ലൊരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് സൈഡിലൊക്കെ ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്രീം പൈപ്പിംഗ് ബാഗിൽ ഒരു നോസിലൊക്കെ ഇട്ടിട്ട് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് നമുക്ക് കേക്കിൻ്റെ അടിഭാഗത്തായിട്ട് ചെറിയൊരു ബോർഡർ വരച്ചു കൊടുക്കാം. അങ്ങനെ അടിഭാഗത്തായിട്ട് ബോർഡർ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ചോക്ലേറ്റിൻ്റെയും ആ ഒരു ക്രീമിൻ്റെയും കൂടെ ആ ഒരു നടുവിലായിട്ട് നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കാം. നമുക്കിഷ്ടമുള്ള നോസിൽ വെച്ചിട്ട് ഇഷ്ടമുള്ള ഡിസൈനൊക്കെ വരച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ ഓരോ ഫ്ലവേഴ്സിൻ്റെ നടുവിലായിട്ട് നമുക്ക് ചെറിയും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. അങ്ങനെ ചെറിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഷുഗർ ബോൾസും കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ചിപ്സും കൂടെ വെച്ചിട്ടും കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പാനിഷ് ഡിലൈറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്.
പിന്നെ നമുക്കൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട്, മന്ന കിച്ചൺ. ആ ഒരു ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യണം. നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള റെസിപ്പീസിൻ്റെ ഫോട്ടോസൊക്കെ ആ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാനും കൂടി മറക്കരുത്. ഒരു ഫേസ്ബുക്ക് പേജ് കൂടിയുണ്ട്, മന്ന ഹോം മെയ്ഡ് കേക്ക്സ്. ആ ഒരു പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. പിന്നെ ഒരു കേക്ക് കട്ട് ചെയ്തപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കേക്ക് കട്ട് ചെയ്തതിൻ്റെ കുറച്ച് പീസൊക്കെയാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.